നമസ്കാരം. ഇന്ന് മൊബൈൽ ഫോണുകളില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. മൊബൈൽ ഫോണിൽ തന്നെ അതിലൊരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു. ആദ്യം സംസാരിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന ഈ ഫോൺ പിന്നീട് ചിത്രമെടുക്കാനും ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനും പിന്നെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനും എന്ന് വേണ്ട, ഇന്ന് ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിലെ പകുതി കാര്യങ്ങൾ ഒരുപക്ഷെ അതിൽ തന്നെ ചെയ്യാം എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ അപ്പോഴും ഇവിടെ ഉയരുന്നൊരു ചോദ്യമുണ്ട്. ഇതിനൊരുപാട് പുതിയ പുതിയ സങ്കേതങ്ങൾ നിലവിൽ വരുമ്പോൾ നമ്മുടെ സ്വകാര്യത ഇല്ലാതാവുകയാണോ എന്ന ചോദ്യം. പ്രധാനമായും ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയുടെ കൂടി വരവോടെ നമ്മുടെ സ്വകാര്യത തീർത്തും ഇല്ലാതാക്കുന്ന തരത്തിലാണോ ഇപ്പോൾ മൊബൈൽ ഫോണുകൾ നമ്മോട് പെരുമാറുന്നത് എന്ന് പറയേണ്ടി വരും. നമ്മുടെ കാര്യങ്ങൾ മറ്റാർക്കെങ്കിലും ചോർത്തി കൊടുക്കുകയാണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. മൊബൈൽ ഫോൺ നമ്മുടെ അടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ പലപ്പോഴും സംസാരിക്കുന്ന കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ നമ്മുടെ സമൂഹ മാധ്യമ പേജുകളിലൊക്കെ തന്നെ പ്രത്യക്ഷപ്പെടാറുണ്ട്. പക്ഷെ നമ്മളാരും അത് കാര്യമായി ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരവധി ചോദ്യങ്ങളാണ് പൊതുവെ ജനമധ്യത്തിൽ വരുന്നത്. കാരണം ഇത് സുരക്ഷിതമാണോ നമ്മുടെ കയ്യിൽ ഈ മൊബൈൽ ഇരിക്കുന്നത് എന്നുള്ളത് തന്നെ. ഫോണുകളിലെ സാങ്കേതിക വിദ്യ വളരുമ്പോഴൊക്കെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അതല്ലെങ്കിൽ നമ്മൾ ഫോണിൽ സംസാരിക്കുക പോലും വേണ്ട, നമ്മൾ ഫോൺ അടുത്ത് വെച്ചിട്ട് പോലും പറയുന്ന കാര്യങ്ങൾ മറ്റാരോ കേൾക്കുന്നുണ്ടോ എന്ന ചോദ്യം, അത് അതെ എന്ന് തന്നെ നമ്മൾ പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഫോണിൻ്റെ സെറ്റിങ്സിൽ പോയി ചില മാറ്റങ്ങൾ വരുത്തിയാൽ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ സ്വകാര്യത ഉറപ്പാക്കാൻ ഒരു പരിധിവരെ കഴിയും എന്നാണ് ഇപ്പോൾ വിദഗ്ധർ പറയുന്നത്. ഇതിനായി വിവിധ ഘട്ടങ്ങളിലായി ഈ ചില മാറ്റങ്ങൾ നമ്മൾ ഫോൺ രീതികളിൽ, അതായത് നമ്മുടെ ഫോൺ ഉപയോഗിക്കുന്ന രീതികളിൽ തന്നെ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സാങ്കേതികമായി മാത്രമല്ല, അതല്ലാതെ തന്നെ ഭൗതികമായി നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾ ഫോൺ അടുത്ത് വെച്ചതിന് ശേഷം ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത് അതെങ്ങനെയായിരിക്കും നമ്മെ ബാധിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഗവേഷകർ ഇതിനായി ഒരു പരീക്ഷണം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും ചർച്ച ചെയ്തിട്ടില്ലാത്തൊരു വിഷയത്തെക്കുറിച്ച് മൊബൈൽ ഫോൺ അരികിൽ വെച്ചതിന് ശേഷം സംസാരിക്കുക. അത് നിങ്ങൾ നിത്യജീവിതത്തിൽ പറയുന്ന കാര്യങ്ങൾ ആകരുത് എന്നുള്ളത് നിർബന്ധമാക്കുക. മാത്രമല്ല, ഈ വിഷയം സംബന്ധിച്ച് ഒരു കാരണവശാലും ഇൻ്റർനെറ്റിൽ സെർച്ച് നടത്തരുത് എന്നും അവർ പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ സംസാരിച്ച വിഷയവുമായി ബന്ധപ്പെട്ട എത്ര സമയത്തിനകം ഈ മേഖലയിലെ പരസ്യങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വരുന്നുണ്ട് എന്ന കാര്യം ഇനി മുതൽ ശ്രദ്ധിക്കുക. ഇക്കാര്യം നമ്മളൊക്കെ പലപ്പോഴും നിസ്സാരമായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാറേയില്ല എന്ന് തന്നെ പറയാം. പക്ഷേ നിങ്ങളുടെ സംഭാഷണം മറ്റൊരാൾ കേൾക്കുന്നുണ്ട് എന്നതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആ വിഷയവുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ വരിക എന്ന് പറയുന്നത്. ഇത് മറ്റൊരാൾ ഇത് കേൾക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവ് തന്നെയാണ്. ഇതിനെ തടയാനായി ചില നിർദ്ദേശങ്ങൾ വിദഗ്ധർ നൽകുന്നുണ്ട്. മാത്രമല്ല, ഈ പരീക്ഷണം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ വിഷയത്തെക്കുറിച്ച് ഒരിക്കലും ഉറക്കെ സംസാരിക്കരുത്. ചർച്ച ചെയ്യുന്ന വിഷയം പറ്റുമെങ്കിൽ ഒന്ന് കടലാസിൽ എഴുതി വയ്ക്കുക. കാരണം ഫോണിൽ ഒരിക്കലും ഇത് പിടിച്ചെടുക്കാനുള്ള സംവിധാനം നിലവിലില്ല. അതല്ല, നിങ്ങൾക്ക് ചർച്ച ചെയ്തേ തീരൂ എന്നാണെങ്കിൽ മൊബൈൽ ഫോൺ ഓഫ് ചെയ്തതിന് ശേഷം അടുത്ത മുറിയിൽ കൊണ്ടുപോയി മൊബൈൽ ഫോൺ വയ്ക്കുക. തുടർന്നുള്ള ദിവസങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുത്ത വിഷയത്തെക്കുറിച്ച് ഒരേ സമയം മിനിറ്റുകളോളം സംസാരിക്കുക. പിന്നീട് സെർച്ച് എഞ്ചിനുകളിൽ കീവേഡ് ആകാൻ സാധ്യതയുള്ള വാക്കുകളും സംഭാഷണത്തിൽ ഉപയോഗിക്കണം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ഭാവിയിൽ ഇത് സമൂഹ മാധ്യമങ്ങളിൽ വന്നാൽ അതിന് കീവേഡ് ആകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കണം. ഉദാഹരണമായി അവർ പറയുന്നത്, അസർബൈജാൻ എന്ന രാജ്യത്തെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ഹോളിഡേയ്സ് ഇൻ അസർബൈജാൻ, ഫ്ലൈറ്റ്സ് ടു അസർബൈജാൻ എന്നോ അതല്ലെങ്കിൽ ആ രാജ്യത്തെ ഏതെങ്കിലും സ്ഥലത്തിൻ്റെയോ ഹോട്ടലിൻ്റെയൊക്കെ പേരും ഉപയോഗിക്കാം. തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന പരസ്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെ നിങ്ങൾ നിരീക്ഷിക്കുക. അവയിൽ നിങ്ങൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ അസർബൈജാനെക്കുറിച്ച് പറഞ്ഞു പോയ ഏതെങ്കിലും വസ്തുക്കളുമായി പരസ്യങ്ങൾക്ക് ബന്ധമുണ്ടോ എന്ന് നോക്കുക. അസർബൈജാനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പരസ്യം നിങ്ങളുടെ സമൂഹ പ്ലാറ്റ്ഫോമിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളുടെ ഫോൺ സുരക്ഷിതമല്ല എന്നത് തന്നെ. മൊബൈൽ ഫോൺ സഹായം മാത്രമല്ല, അപകടകാരി കൂടിയാണ് എന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മൊബൈൽ ഫോൺ കൈവശമുള്ള പലരും നമ്മളൊക്കെ തന്നെ പറയാറുള്ള കാര്യമാണ്, ഞാൻ ഇന്നലെ ഒരു കാര്യം വീട്ടിൽ സംസാരിച്ചതേ ഉള്ളൂ, അത് ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളൊക്കെ അത് ഇഷ്ടം പോലെ വന്നു തുടങ്ങിയിരിക്കുന്നല്ലോ എന്ന്. നമ്മളാരും അത് ശ്രദ്ധിക്കാറില്ല, ഇതെങ്ങനെയാണ് അതിൽ വന്നത് എന്നുള്ളത്. ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു വളരെ ബൃഹത്തായ ഒരു പദ്ധതിയാണ്. നമ്മുടെ ഫോണുകൾ നമ്മളറിയാതെ തന്നെ മറ്റാർക്കോ വേണ്ടി ചാരപ്പണി ചെയ്യുന്നു എന്ന് ഫലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഇതൊന്നും മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഒരാൾ ചെയ്യുന്നതല്ല, എങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഇത്തരം സംവിധാനങ്ങളൊക്കെ തന്നെ കൃത്യമായി ആരുടെയെങ്കിലും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ദുരുപയോഗം ചെയ്യപ്പെടാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം.
നമുക്ക് ഇത് കാരണം എന്തെങ്കിലും ആപത്ത് സംഭവിച്ചില്ല, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കേസിലോ മറ്റോ പ്രശ്നങ്ങളിലോ പെട്ടില്ലെങ്കിൽ നമ്മൾ ആരും ഒരിക്കലും ഇത് ശ്രദ്ധിക്കുകയുമില്ല. നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി നമ്മൾ മൊബൈൽ ഫോൺ അടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളായും വീട്ടുകാരും ഒക്കെ സംസാരിക്കാറുണ്ട്. പക്ഷേ ഇനി അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റാരോ കേൾക്കുന്നുണ്ട്.